Hello, Uncle. Can you hear me? Yeah, I can hear you. Okay. Hi. Hello. I made you the host, actually. Just. Oh, am I? Okay. Let me see if I can share my screens. Share screen options. Okay. Yeah, I do have. Okay. Thank you. Let me see if I have my page screen here. TV 14, 1 to 14. Okay, all right. So can we start? It's 7:17. Okay, good. Can everybody see my screen? Yes, Uncle. We can see. Oh, okay. All right. So let's start with a short prayer. Lord, we thank you for this evening. Thank you for bringing us together to learn some more lessons from the book number 14 of the TOC program. Lord, we ask that you continue to open our eyes to see your words through the writings of our Holy Father. Baba Tilmeni, Lord, we ask that you continue to help us and to understand from this and use this in our life so that to edify our church and our personal life and our family life and our society. Lord, we ask that you continue to help us and bless us. In the name of the Father, Son, and the Holy Spirit, now forever and ever. Amen. കേക്കാം പാടാ ഞാൻ കേൾക്കാൻ പാടാണോ? ഞാൻ എൻ്റെ വോളിയം നോക്കട്ടെ കേട്ടോ. ഞാനൊന്ന് okay, let me see. Yeah, I'm close to the mic. Okay, so ഇപ്പൊ കേൾക്കാമോ? ഹലോ, അത് സൗണ്ട് തീരെ കുറവാ. കേക്കാം പക്ഷെ സൗണ്ട് ഇല്ല. ഓ മേ ബി എന്റെ കുഴപ്പമായിരിക്കും. സോറി ഞങ്ങള്. എല്ലാവർക്കും അങ്ങനെയാണ് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, കേക്കാം, വൃത്തിയായിട്ട് കേക്കാം. കേൾക്കാമോ? Okay, I guess I don't see anything wrong here. That's okay. Let me exit and come back. Okay. Okay, so today we are going to go over the last 3 lessons of the book. Unit 4, lesson 4, 5, and 6.
So നമ്മൾ വിശ്വാസം എന്നാ പിന്നെ എന്നതാണ്? Okay, so yeah, lesson 4 ന്റെ last 3 lessons, sorry, unit 4 ന്റെ last 3 lessons ആണ് നമ്മൾ പഠിക്കുന്നത്. ഈ ബുക്കിന്റെ തന്നെ ലാസ്റ്റ് 3 lessons ആണ്. നമ്മൾ ഇത്തരം യൂണിറ്റ് 4 is about ക്രിസ്തീയ സഭയുടെ വിശ്വാസ പ്രമാണങ്ങളാണ്. സോ ഇറ്റ്സ് the creeds, right? നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നത് ഒരു ക്രീഡ് മാത്രമാണ്. It is the Nicene Creed that we routinely use in our liturgy. അപ്പോൾ ഈ ലെസൺ 4, 5, 6-നകത്ത് തിരുമേനി നമ്മൾ പഠിപ്പിക്കുന്നത് മറ്റ് വിശ്വാസ പ്രമാണങ്ങൾ, കുറച്ച് വ്യത്യാസങ്ങൾ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളുമായിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെ ഉണ്ടായി, എന്നുണ്ടായി, ആരൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത്, എന്താണ് അതിൻ്റെ വ്യത്യാസങ്ങൾ, അങ്ങനെയുള്ള സം ഡിഫറൻസസ് ആണ് തിരുമേനി അതിൽ പറയുന്നത്. സോ ലെസൺ നമ്പർ, ഞാൻ സ്ലൈഡിന് പകരം ഞാൻ മേഡ് വേർഡ് പെർഫെക്റ്റ് ആക്കും. ബിക്കോസ് ദർ ഈസ് അതിനകത്തുള്ള ബുക്കിനകത്ത് ലെസൺസ് തീരെ ചെറുതാണ്. അത് മാത്രമല്ല ഓൾമോസ്റ്റ് എവറിത്തിങ് ദാറ്റ് വി ഹാവ് ടു ഗോ ഓവർ. സോ അതുകൊണ്ട് ഞാനത് സ്ലൈഡ്സ് ആക്കുന്നതിന് പകരമായിട്ട് ഐ മേഡ് എ വേർഡ് ഡോക്യുമെന്റ്. So lesson 4 is going over 2 creeds, in the Apostolic Creed of Faith and then the Athanasius Creed. Okay, so രണ്ട് ക്രീഡിനെ പറ്റിയാണ് തിരുമേനി പറയുന്നത് അവിടെ. ഈ അപ്പോസ്തോലിക് ക്രീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട്, അത് അപ്പോസ്തോലന്മാർ എഴുതിയ ക്രീഡല്ല ശരിക്കും. അതേപ്പറ്റി തിരുമേനി പറയുന്നത്, in the background, after the Constantinople Creed of Faith, the next creed of faith known widely in the world is the Apostolic Creed of Faith. Okay, ഇതിനകത്ത് ഇത് ഈ അപ്പോസ്തോലിക് ക്രീഡ് ഓഫ് ഫെയ്ത്ത് ആണ് പ്രൊട്ടസ്റ്റന്റ് ചർച്ചസ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ഓർത്തിരിക്കണം. ദി അപ്പോസ്തോലിക് ക്രീഡ് ഓഫ് ഫെയ്ത്ത്. പക്ഷെ അത് ഈ നൈസിൻ ക്രീഡിന് ശേഷം ഉണ്ടായതല്ല. There is no clear indication, the origin of the creed, but contents give us a clue that this could be pledged during Western baptism in the 2nd century. അപ്പോൾ 2ാമത്തെ സെഞ്ചുറി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ 100-നും 101 മുതൽ 199 വരെയുള്ള 100 മുതൽ 199 വരെയുള്ള കാലങ്ങൾ, AD 100 മുതൽ 199 വരെയുള്ള ആ കാലത്ത് വെസ്റ്റേൺ ചർച്ചസ് ഉപയോഗിച്ചിരുന്ന ബാപ്റ്റിസത്തിന് ഉപയോഗിച്ചിരുന്നത്. കാരണം കാറ്റഗുമെൻസിനൊക്കെയാണല്ലോ അന്ന് ബാപ്റ്റിസം ചെയ്യുന്നത്. അവർക്ക് വിശ്വാസ പ്രമാണത്തിനായിട്ട് ഉപയോഗിച്ചിരുന്ന ക്രീഡാണ് ഈ അപ്പോസ്റ്റോലിക് ക്രീഡ് എന്ന് പറയുന്നത്. അത് അതിനകത്ത് കൃത്യമായിട്ട് അതിൻ്റെ ഡേറ്റ് അറിയാൻ പാടില്ലെങ്കിൽ അതിനകത്തുള്ള എഴുത്തുകളിൽ നിന്ന് മനസ്സിലാകുന്നത് 2nd സെഞ്ചുറിയിൽ വെസ്റ്റേൺ ചർച്ചസ് ബാപ്റ്റിസത്തിന് ഉപയോഗിച്ചിരുന്ന ക്രീഡായിരുന്നു അപ്പോസ്റ്റോലിക് ക്രീഡ് എന്നാണ് തിരുമേനി ഇത് പറയുന്നത്. അതിനകത്ത് മെയിനായിട്ടുള്ളൊരു പോയിന്റ് പറയുന്നത്, ആ ക്രീഡ് വളരെ ഷോർട്ടാണ്. അത് ഒത്തിരി തിയോളജി ഒന്നും അതിനകത്തില്ല. ഐ ബിലീവ് ഇൻ ഗാഡ് ദ ഫാദർ ഓൾമൈറ്റി, മേക്കർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത്, and the Jesus Christ, his only Son, our Lord, who was conceived by the Holy Ghost, born of the Virgin Mary, suffered under Pontius Pilate, was crucified, dead, and buried. He descended into hell. The 3rd day he rose again from the dead. He ascended into heaven and sits on the right hand of God the Father Almighty. From thence he shall come to judge the quick and the dead, means the living and the dead. I believe in the Holy Ghost, the Holy Catholic Church, the communion of saints, the forgiveness of sins, the resurrection of the body, and the new life in the and life everlasting. So, നമ്മുടെ ഇതിനായിട്ടുള്ള കാതലായിട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ you will notice that this, they don't say the Mother of God, when they say about the Virgin Mary, right? And then they also don't say the one Holy Catholic and Apostolic Church. So there is some part they have given up. അപ്പോൾ അതാണ് ഈ അപ്പോസ്റ്റോലിക് ക്രീഡ് എന്ന് പറയുന്നത്. ഇത് പ്രൊട്ടസ്റ്റന്റ് ചർച്ചസ് വൈഡ്ലി ഉപയോഗിക്കുന്ന ക്രീഡാണിത്. ഓക്കെ, അതേപ്പറ്റി തിരുമേനി പറയുന്ന ഒരു ആശയം, just like all other ancient creeds of faith, this too has 3 parts. പിതാവിനെ പറ്റിയുള്ള ഒരു ഭാഗമുണ്ട്, proclamation about the Father, the Son, and the Holy Spirit. This creed is quite small, having no theological explanations. The narrations contained here are in line with the New Testament, but has no reliable inferences that this has come from the apostles. അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ അപ്പോസ്റ്റലന്മാർ ഇത് ഒന്നാണെന്നുള്ള ഒരു റെഫറൻസ് ഇല്ല. അപ്പോൾ ജീസസ് descending to Sheol is something that started early on
only from the 5th century. So അതുകൊണ്ട് ഈ ജീസസ് ഡിസെൻഡഡ് ടു ഷെയോൾ എന്നുള്ളത് 5ാം നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായ ഒരു കൺസെപ്റ്റ് ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ഡിസെൻഡഡ് ടു ഹെൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് സിമിലർലി ദ ഫെലോഷിപ്പ് ഓർ കമ്മ്യൂണിയൻ വിത്ത് ദ സെയിൻസ് has earned popularity in the church, Christian church only in the 6th century. അപ്പോൾ അത് ഇതിനകത്ത് പറയുന്നുണ്ട് we also have a communion of saints is accepted here. So അത് 6ാം നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായ ഒരു കോൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് തിരുവനന്തപുരം പറയുന്നത് ഇതിന്റെ ടൈം എക്സാക്ട്ലി കണ്ടുപിടിക്കാനായിട്ട് അസർട്ടൻ ചെയ്യാനായിട്ട് വിഷമമാണെന്ന് പറയുന്നത്. കാരണം ഈ സെയിൻസിനെ കമ്മ്യൂണിയൻ വിത്ത് സെയിൻസ് വാസ് നോട്ട് എ കോൺസെപ്റ്റ് ഇൻ ദി 1st and 2nd century. എന്നാലും ഇത് 1st, 2nd സെഞ്ചുറിയിൽ ബാപ്റ്റിസത്തിന് വേണ്ടിയിട്ട് വെസ്റ്റേൺ ചർച്ചസ് ഉപയോഗിച്ചിരുന്ന ക്രീഡാണ് എന്നാണ് പൊതുവിലുള്ള വിശ്വാസം. അതാണ് തിരുമേനി ഇതേപ്പറ്റി പറയുന്നത്. പിന്നെ അതിനകത്ത് ഇവിടെ ഒരു ലാസ്റ്റ് പാർട്ട് തിരുമേനി പറയുന്നത് ഡ്യൂറിങ് മിഡ് സെഞ്ചുറീസ് ദ ക്രീഡ് വാസ് ബീങ് യൂസ്ഡ് ഇൻ ബാപ്റ്റിസം സർവീസ് ഇൻ ദ വെസ്റ്റേൺ ചർച്ചസ്. Slowly this started finding place in worship and daily prayers. Later in the Anglican Church also accepted this. So basically, most of the Protestant churches have accepted this creed as their their authorized creed. Okay. പിന്നെ അടുത്ത ആ ചാപ്റ്ററിൽ രണ്ടാമത്തെ ഒരു ക്രീഡിനെ പറ്റി പറയുന്നത് അത്തനേഷ്യൻ ക്രീഡാണ്. ഓക്കെ, അത്തനേഷ്യൻ ക്രീഡ് ഓഫ് ഫെയ്ത്ത്. ഇതും it is not, I don't think it is from the Saint Athanasius, but this is the creed that is used by Russian churchum, Russian and Greek Orthodox churches ഉപയോഗിക്കുന്ന ക്രീഡ് ഇതാണ്. ഓക്കെ, അതിനകത്ത് തിരുമേനി ഒരു I think there is about 44 sentences in that creed. Okay, ഇത് എഴുതിയിരിക്കുന്നത് I think it was written in Latin, but this is the English translation. Okay, തിരുമേനി അതിനകത്ത് നമ്മുടെ ബുക്കിനകത്ത് തന്നെ ഉണ്ട്. ഇതിനകത്ത് മെയിനായിട്ട് പറയുന്ന കാര്യങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം ഈ 44 വായിക്കാനായിട്ട് പോകുന്നില്ല. Whosoever will be saved before all things is necessary that he hold the Catholic faith. Catholic എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞു, അത് it is not the Roman Catholic Church. Okay, Catholic is a universality and all inclusive എന്നുള്ള കോൺസെപ്റ്റിലാണ് കാത്തലിക് എന്നുള്ള വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഇതെല്ലാം ചർച്ച്, കാത്തലിക് ചർച്ചും പ്രൊട്ടസ്റ്റന്റ് ചർച്ചുമായിട്ടൊക്കെ സ്പ്ലിറ്റ് ചെയ്യുന്നതിന് മുമ്പ്, ഈവൻ കാത്തലിക് ചർച്ചും ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എഴുതിയിട്ടുള്ള ഇതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു കാത്തലിക് ചർച്ച് എന്നുള്ള ഒരു കൺസെപ്റ്റിലല്ലാതെ ആ വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, സോ പിന്നെ ലൈക്ക് ഇതിനകത്ത് ഞാൻ ഇതിനകത്ത് ഡിഫറൻസ് എന്നാണെന്ന്, ഡിസഗ്രിമെന്റ് എന്നുള്ളത് തിരുമേനി എഴുതിയിരിക്കുന്നത് ഞാൻ പറയാം. ഓക്കെ, ഇതേപ്പറ്റിയുള്ള ഒരു സ്റ്റഡി ഉണ്ട്. ഈ 47 എണ്ണത്തിനകത്ത് എഴുതിയിരിക്കുന്ന മെയിനായിട്ട് ട്രിനിറ്റിയെ പറ്റിയാണ് മെയിനായിട്ട് എഴുതിയിരിക്കുന്നത്. ദ ഫാദർ, Son and the Holy Spirit, but they are not 3 gods. They are 3 persons but 1 God. അങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽസ് ആണ്. അതെല്ലാം ഇത് എക്സാക്ട്ലി ഇങ്ങനെ തന്നെ ബുക്കിലുണ്ട്. അതുകൊണ്ട് ഞാൻ പവർ പോയിന്റ് ആക്കാതെ ഇത് കംപ്ലീറ്റ് കോപ്പി കിട്ടുന്നത്. ഇത് വായിക്കണോ? ഇത് വായിക്കുമ്പോൾ കഴിഞ്ഞാൽ ഒത്തിരി സമയം പോകും. എനിവേ, സോ ഇതിനകത്ത് സ്റ്റഡി വായിക്കാം നമുക്ക്. This creed of faith has found its place in the books of worship followed by the Russian Orthodox Church from the 17th century and the Greek Orthodox Church from the 1780, which is 18th century. So ആദ്യം റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച് ഇത് അക്സെപ്റ്റ് ചെയ്തു, പിന്നീട് ഇത് ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച് 18th centuryയിൽ ഇത് അക്സെപ്റ്റ് ചെയ്തു. ബട്ട് ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചസ് എന്ന് തിരുമേനി പറയുമ്പോൾ ഇതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഈ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച് എന്ന് ചിലയിടത്ത് പറയുന്നത് ഈ ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചൊക്കെ ഉൾപ്പെടുന്നത്. തിരുമേനി ഇവിടെ ഉദ്ദേശിച്ചത് ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ച് എന്നാണ്. നമ്മൾ ഉൾപ്പെടുന്ന ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ച് ഹാസ് നോട്ട് അക്സെപ്റ്റഡ് ദിസ്. ഓക്കെ, കാരണം നമ്മൾ പൗരസ്ത്യ സഭ എന്ന നിലയിലാണ് തിരുമേനി ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച് എന്നോട് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഈസ്റ്റേൺ എന്നുള്ള വാക്ക് തന്നെയാണ് ഗ്രീക്കുകാരും ഓർത്തഡോക്സ് റഷ്യൻസും ഒക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് സോ ഇറ്റ് മീൻ, I think he mean the Oriental Orthodox churches has not accepted this as a formal creed of faith. Some of the verses here are good explanation of the faith in the Holy Trinity. അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, ദൈവം എല്ലാം പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും എല്ലാം ഈക്വലി ഗോഡാണ്. പക്ഷെ 3 പേരല്ല. They are equal in eternity. They are equal in essence.
ബട്ട് അതെല്ലാം പക്ഷേ ഒരു ഗാഡാണ്. ട്രിനിറ്റിയെ പറ്റിയുള്ള ഒരു നല്ല എക്സ്പ്ലനേഷൻ ഇതിനകത്തുണ്ട്. അഗെയിൻ ഇൻ ദി വേഴ്സ് 33 തിരുമേനി ഇതിനകത്ത് 2 ഒബ്ജക്ഷൻസ് പറയുന്നത്. ഹവർ ഇൻ വേഴ്സ് 23, 23 നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്, ലെറ്റ്സ് സീ 23 പറയുന്നത്, the Holy Spirit is of the Father and of the Son, neither made nor created nor begotten but preceding. Okay, so നമ്മൾ പറയുന്ന പോലെ തന്നെ പിതാവിൽ നിന്ന് പുറപ്പെടുന്നതാണ്. പ്രൊസീഡിംഗ് എന്നുള്ളത് കറക്റ്റാണ്. പക്ഷേ they says it is from the Father and the Son. അതാണ് കാത്തലിക്സിന്റെ ഫിലിയോ ക്ലോസിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു. കാത്തലിക്സ് ഇത് പിന്നീട് ആഡ് ചെയ്ത ഒരു ഭാഗമാണിത്. അപ്പോൾ അതുപോലെ തന്നെ അത് ഈ റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചും ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചും അത് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നത് പിതാവിൽ നിന്ന് മാത്രമാണെന്നാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് ആ ഭാഗം നമ്മൾ അക്സെപ്റ്റബിൾ അല്ല നമുക്ക് 23. പിന്നെ ഒരു ഭാഗത്തെ പറ്റി തിരുമേനി പറയുന്നത്, it is so yeah, the 23 is the filio clause except the filio എന്ന് പറഞ്ഞാൽ the spirit എന്നുള്ള അർത്ഥം, ഹോളി സ്പിരിറ്റ് എന്നുള്ള അർത്ഥത്തിലാണ്. കാൺസെപ്റ്റ് ഓഫ് ദ വെസ്റ്റേൺ ചർച്ചസ്, അത് വെസ്റ്റേൺ റോമൻ കാത്തലിക് ചർച്ചാണ് ഈ ഫിലിയോ ക്ലോസ് ഉണ്ടാക്കിയത്. അതായത് ദി ഹോളി സ്പിരിറ്റ് ഈസ് പ്രൊസീഡിങ് ഫ്രം ദ ഫാദർ ആൻഡ് ദ സൺ എന്നുള്ളത്, ബേസ്ഡ് ഓൺ വാട്ട് ജീസസ് സെഡ്. ഓക്കെ, ഐ വിൽ ഗോ, അസെൻഷൻ സമയത്ത് ജീസസ് പറയുന്നുണ്ട്, ഐ വിൽ ഗോ ആൻഡ് ഐ വിൽ സെൻഡ് ദ ഹോളി സ്പിരിറ്റ്. So they argue that the Holy Spirit coming from the Father and the Son, so which is actually not true, because the Holy Spirit is the one who even created the Son. Okay. Again in verses 33 it is stated that Son is inferior to Father. This has a scope to interpret Son as being a secondary nature. So നമ്മൾ ഇക്വാലിറ്റിയെ പറ്റി ഒരു സംശയം വരുന്ന രീതിയിലാണ് ഈ 33 പറയുന്നത്. 33 പറയുന്നത് the Holy equal to the Father as touching his Godhead and inferior to the Father as touching to his manhood. അപ്പോൾ ക്രിസ്തുവില് ദൈവത്വവും മനുഷ്യത്വവും ഉണ്ടെന്ന് നമുക്കറിയാം. The humanity and the divinity and the humanity is together in Jesus Christ. പക്ഷെ അതിൽ തന്നെ in divinity he is equal, but in humanity he is lesser than Father. അതിലാണ് ഈ 33 എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് ആ 2 ഒബ്ജക്ഷൻസ് തിരുമേനി പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യാത്തതെന്ന് തിരുമേനി അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇവിടെ. ഓക്കെ, as such, before accepting this creed as a creed of faith, church must have a very cautious approach, as Eastern churches are quite convinced in these Lucan. So he's talking about the gap contained in the error. Actually, they have not come forward in terms of any sort of acceptance in this. So അതുകൊണ്ട് ഈ ക്രീഡിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് എന്നോടാണ് പറയണേ എല്ലാവരും അല്ലേ? ഓക്കെ, it can be basic aspect of the faith as seen in this, and therefore is viewed as a good treatise for our faith in Holy Trinity and scientific studies and Trinity. Beyond that, this doesn't deserve acceptance as a creed. So Trinity explanation it is acceptable, but these objections are there. So that is why we don't take the Athanasius Creed as the official creed of our church. Okay, അതാണ് ലെസൺ 4. ലെസൺ 5ലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ അതിന് ശേഷം ഉണ്ടായ കൗൺസിൽസും അതുപോലെ ചേഞ്ചസ് ടു ദ ക്രീഡ്, ലേറ്റർ ഡേ ക്രീഡ്സ് ഫ്രം റോമൻ കാത്തലിക് ആൻഡ് പ്രൊട്ടസ്റ്റൻസ്. അതേപറ്റി നമുക്കറിയാമല്ലോ. സോ ഫസ്റ്റ് കൗൺസിൽ വാസ് ഇൻ ജെറുസലേം, the first main council. Then the ecumenical councils, we accept 3 of the Nicaea, the Constantinople and the Ephesus, the first councils of those. പക്ഷേ for the Greek Orthodox Church and Russian Orthodox Church there are 7. They accept 7. So then the Catholics made even more changes later. അപ്പൊ അതേപറ്റിയൊക്കെയാണ് തിരുമേനി ഈ ലെസണിൽ പറയുന്നത്. Till the 6th century end, the creed of faith formulated through Nicene Constantinople synods have been acceptable to the church universally with no east-west differentiation regarding the person of Jesus Christ. 6ാം നൂറ്റാണ്ട് വരെ original creed was acceptable for all the churches.
The creed of faith being used in service orders to maintain uniformity. അപ്പോൾ അതുവരെ എല്ലാം യൂണിഫോമിലാണ്. There was no much of difference. Okay. പിന്നെ ഡിഫറൻസ് തുടങ്ങിയെന്നാണ് തിരുമേനി ഇവിടെ പറയുന്നത്. So the Christ is not the creed of faith being used in service orders to maintain the uniformity. However, the proposition of areas that Jesus Christ is not equal to Father caused efforts coming up towards establishing equality. First Ecumenical Council in Nicaea, priest Arius was teaching that Jesus Christ is not fully God because he is a created being, because he cannot be equate to the Father God. So അതായിരുന്നു കൺസെപ്റ്റ്. അതാണ് അത് Ecumenical Council. Second Ecumenical Council നമ്മൾ പഠിച്ചിട്ടുണ്ട്. It was the equality of the Holy Spirit was the main question there, right? In Constantinople. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയാണ് 1 2 3 പാരഗ്രാഫുകൾ അങ്ങനെ. പിന്നെ മൂന്നാമത്തെ Ecumenical Council the main concept was question was is Mother Mary can be called Theotokos or should be called Christotokos. ക്രിസ്തുവിന്റെ അമ്മ എന്ന് പറയണോ അത് ദൈവത്തിന്റെ മാതാവ് എന്ന് പറയണോ? അപ്പൊ അത് മൂന്ന്. അപ്പൊ അതേപ്പറ്റി ഒരു ബ്രീഫായിട്ട് തിരുമേനി അവിടെ പറയുന്നുണ്ട്. പിന്നെ സോ അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് 1054 ഗ്രേറ്റ് സ്കിസം, അതേപ്പറ്റി തിരുമേനി ഇവിടെ മെൻഷൻ ചെയ്യുന്നു. ആൻഡ് so this was the cause of split between Constantinople Patriarch and Roman Patriarch. അത് 1054 that is the great schism because between the Catholic Church and the Constantinople Patriarch. അവിടെയാണ് Eastern Church എന്ന് പറയാം. So not confused to be with the Oriental churches. Oriental churches split off in 451 at the Council of Chalcedon. Okay, കാൽസഡോണിൽ വെച്ച് തന്നെ ഒരു അതിനുശേഷം വന്നതാണ് 1054 the Greek and the Constantinople Patriarch and including the Greek churches and split. The Orthodox churches split from the mainstream and split into two, Catholics and the Eastern churches. Based on the filioque addition also. So this is something confusing there but the filioque addition earned wide acceptance in Roman Catholic churches only by the 15th century after the official recognition through Florence Council in 1439. Filioque council addition മനസ്സിലായല്ലോ അത്. That the Holy Spirit is proceeding from the Father and the Son. So അത് പറ്റിയാണ് തിരുമേനി ബ്രീഫായിട്ട് പറയുന്നത്. പിന്നെ തിയോളജിക്കൽ ഇഷ്യൂസ് എന്തുകൊണ്ടാണ് ഇത് തിയോളജിയിൽ എന്താണ് നോക്കൽ ഇഷ്യൂ എന്നുള്ളതാണ് തിരുമേനി പിന്നെ പറയുന്നത്. The Son is born eternally from the Father, but his coming to earth and ministering among men of redemption of mankind is considered as his human ministry. In St. John chapter 3:16 quoted പറയുന്നത്, such deeds of Son are in his person, but they are in relation to the Father and the Holy Spirit. Likewise, the Holy Spirit comes from the Father eternally. Okay, but Son sends the Holy Spirit to his ministry among creations for redeeming all mankind. അതുകൊണ്ട് ക്രിസ്തു പറഞ്ഞു I will send the Holy Spirit എന്ന് പറഞ്ഞു. The words John 15:16 is that must be understood in this sense. When the counselor comes, whom I will send to you from the Father, the Spirit of truth who goes out from the Father, he will testify about me. So the Spirit of the Spirit is coming from the Father. Okay, but the Roman Catholic Church interpreted that as differently. I said, it is coming from Jesus Christ because Jesus Christ is the one who promised to send the Spirit to continue his ministry in the world. So Christians of the West saw the coming of the Holy Spirit from the Father and the sending of the Holy Spirit from the Son as one. അതുകൊണ്ടാണ് അവർ ഈ ഫിലിയോ ക്ലോസ് ആഡ് ചെയ്യാൻ കാരണം. തിരുമേനി അതേപ്പറ്റി ഉള്ള എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. So we will know. Is there any question? Okay. Based on
Based on this understanding correctly, even today, Eastern churches object to filio addition to the creed of faith. Not only that, this addition to the universally accepted creed of faith has been without authenticity, but also this addition is a theological blunder. So, അങ്ങനെ ആ addition ഈ filio clause add ചെയ്തത് theologically it's a wrong understanding. അതുകൊണ്ട് നമുക്ക് acceptable എന്നാണ് തിരുമേനി അവിടെ പറയുന്നത്. Okay, പിന്നെ then he goes back to Chalcedon. Okay, Chalcedon is the fourth the council. Okay, not fourth council, after the third ecumenical council in 380. So the first was in 325, the second was in 381 in Constantinople, the third in Ephesus was 431, and the third ecumenical council was in 431. So the first is 325 in Nicaea, second is 381 in Ephesus, Constantinople, and the third is 431 in Ephesus. And the fourth council was ecumenical council was convened at Chalcedon in AD 451, but we don't accept that as ecumenical because we were not involved in the decision making. We means the Alexandrian patriarch actually at that time, who was Dioscoros, Saint Dioscoros, was removed from the council before they make the decision. And so because of that, we don't accept that as the ecumenical council, right? So we said it was about the nature of Christ was the confusion there. The Patriarchate of Constantinople and the Rome jointly worked out a dogma of faith. Dogma, it is the unwritten rule of that is accepted by the church, right? Patriarchate of Alexandria and Antioch did not participate in this. So two of the Roman Constantinople agreed with that decision, but the Alexandrian and Antiochian Patriarchate did not join in that. So this dogma is quite lengthy one and is not a substitute for the Nicene Creed of faith, but it is seen as the explanation of the Christological factors contained in the Nicene Creed. Many of the dogmas accepted earlier about Christ having taken flesh as man are reiterated. There are quite a lot of God and good interpretation which can be accepted even by those churches which have not accepted the Chalcedon Synod. The only one thing Oriental Orthodox churches cannot accept is this sentence here. We know Jesus Christ, our Lord, the only one Son in his two natures. Our sentence we are objecting to it. Everything else pretty much is acceptable to us for all the Oriental churches. So Jesus is in two natures. That's no confusion. So the Alexandrian faction, especially Saint Dioscoros, try to explain that Jesus is from two natures, the divinity and the humanity. There are two natures, but they combined together in one unified nature, undivided and not separately identifiable. And so we said it is from two natures in one nature, but they said from two natures in two natures. So in other words, Jesus Christ was, the humanity and the divinity separately was existing in Jesus Christ. So adarno main theology Christological difference that another. So we can certainly agree without any difficulty the other elements of here like godliness and maintaining of Christ as are intermingled, not differentiable, not divisible, not contrasting, thus sustaining as one. Eastern churches take a stand like this. If there are two natures, so our argument is explain. If there are two natures persisting in one person and they act as they will, there would be two centers in him for his manifestation. So divinity, humanity separately രണ്ട് nature ആയിട്ട് control ചെയ്യുന്ന രണ്ട് സെന്റർ ഉണ്ടാവണം.
So there is only one person. He cannot have two centers, and then he is not fully human, which would make him a split person. Therefore, the singular person, Christ, should possess only one nature, where meaning, manliness and godliness are combined. അതാണ് നമ്മുടെ ആർഗ്യുമെന്റ്. അതാണ് ഇപ്പോഴും നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് രണ്ട് നേച്ചറായിട്ടില്ല. ഇറ്റ്സ് എ സിംഗിൾ പേഴ്സൺ, സിംഗിൾ നേച്ചർ. ദാറ്റ് നേച്ചർ ഈസ് നേച്ചർ ഓഫ് ക്രൈസ്റ്റ്, വിച്ച് ഈസ് എ കമ്പൈൻഡ് നേച്ചർ ഓഫ് ഹ്യൂമനിറ്റി ആൻഡ് ഡിവിനിറ്റി. അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതാണ് നമ്മുടെ ആർഗ്യുമെന്റും. Because of this, Easterners do not accept Chalcedon decision. When he say Easterners, again, Tirumani mean the Oriental Orthodox churches. Okay, because so we are called Miaphysite, or one nature believers. Okay, so then Tirumani going back to the other councils, that is started after the seventh ecumenical council. The seventh was in 787. At the Lateran, it's a place. It's the name of a palace. Okay, in Rome. At the Lateran palace in Rome, there were councils of the Roman Church during the 7th to 18th centuries, which are called Lateran councils. So, so there were many councils, in Rome. But none of them could be called ecumenical, because you know that, Yeshu Devaputran, okay. Among these, the council called by Pope Innocent III in 1215 gave official accordance to transubstantiation theory of the Holy Kurbana. And so transubstantiation the bread and wine is literally transition into the body and blood of Jesus Christ. So it is really the body and blood, and so that is the substitution theory of the Holy Kurbana. And for the annual confession for men and women who had attained the majority of age, the theory of transubstantiation promotes that the interior matters of the bread and the wine used in Holy Kurbana get transformed as the flesh and blood of our Lord. Okay, and other official rule in 1215 the Catholic Church came with that concept. Okay, we believe that is a mystery, so we don't know what time the body and the bread and wine transfers into the body and blood, and how it does. We believe in, we say it's a mystery. That's what we say. It is a mystery, but we don't try to explain that it is translated or into the real meat and blood, but the Eastern churches teach that such a differentiating viewpoint in Holy Kurbana would not be a true approach. We don't know, we consider it as a mystery which is not explainable in words or cannot be tested in the lab. But the Catholic Church decided to say that it's really happening, that, and they can prove it. So that is one thing. And then then Tirumani is spoken about the Florence Council of 1438 to 1435. 1445. This was called by Pope Eugene called for the council, where representatives of from Greek Orthodox Church also participated. അവിടെ എടുത്ത തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ, so there is there are like 23 articles that is Tirumani listing that from the so here, okay, ഇതിനകത്ത് പറയുന്നത് from the Father and the Son, the Holy Spirit coming again. It is again the filioque clause is coming back here again. From the
It's coming from the Father and the Son. And the Roman tradition of unleavened bread. Okay, so so they are using the unleavened bread. അതെല്ലാം തീരുമാനമെല്ലാം എടുത്തത് ഈ കൗൺസിലാണ്, ഫോറസ്റ്റ് കൗൺസിലാണ്. തിരുമേനി അതേപറ്റി പറയുന്നു. It's coming from the Father and the Son. And then also they say they brought the concept of purgatory and the Pope's infallibility. I mean the primacy of the Pope. Okay, so however, Orthodox churches rejected this later. It was this council that holy sacraments were limited to 7. So those were the decisions of that council. You know, on the filio clause, the infallibility of the Pope, and the purgatory, the place for purification for souls after death, and then they say the supremacy of the Pope, and so we rejected all that, and then in that council they also decided that major sacraments are limited to 7. Actually, even though we also accept that the major sacraments are 7, but they are not limited to 7. Because sacraments are anything, any time God invisibly involved in we invoke the Holy Spirit and God's reliance for any kind of even that is a sacrament actually. So they are in that council. We decided that they decided that there are 7 sacraments. So then in the Augsburg Confession of 1530, there also is another decision of one of their councils. In that abridged Protestant creeds of faith formulated by Martin Luther and Philip Melanchthon was presented to Emperor Charles IV. So in that council they come out with the 23 articles, I guess 23 articles that the church has to let me see, I think it is 17, 20, 21 articles. In that 21 articles, there is a comment that many given on that. Give me a sec. Okay, so the Lutherans. So this is how the Martin Luther came out with for the Lutheran Church. So this is all about what Lutherans believe. Okay, the Lutherans believe in triune God and reject other interpretations regarding the nature of God. So there is 23 of these creeds that the Lutherans believe. Okay, what the church should change. അതാണ് 21 ഇതിങ്ങനെ തന്നെ exactly ബുക്കിലുണ്ട്. So I just read that. So the Lutherans and also they reject the prayer for the departed, intercession of the saints, and all the and there are many of the traditions that the Orthodox Church does, the Lutherans rejected, and so there are 21 of those listed in the book. And then we have and then there is some articles in, so let me see how many are there. So it's 28 here. So there is 7 more articles called the articles abuses corrected. So the abuses of the church that need to be corrected. Again, this all came from the split between Catholic Church and the Protestants. The Protestants came, they were protesting some of the practices of the Catholic Church, we know that, right? And so here, these are the 7 things that need to be corrected. And so they are, it is the proper to offer communion against the consecrated bread and wine, not just the bread. So they decided that not just the bread, but the bread and wine should be separately given. Like they say, they give the bread, Kurban in 2 parts, right?
to eat and then to drink, right? So of the marriage of the priests, they allow, so Lutherans permit their clergy to enter institutional marriage, so they allow, the Roman Catholics did not allow, so the Lutherans allow it. And then about the Holy Mass, they say Lutherans retain the practice of the Mass, but only as a public gathering for the purpose of community worship and the receiving in the Eucharist. So they consider it is like something that is done as for the common benefit of the community, and it is not really as a mean for salvation. That's what they say that. About confession, they say the Lutherans uphold the need for confession and absolution, but reject the notion that the confession should induce guilt or anxiety to the Christians. So it says confession is not to induce guilt or anxiety, but absolution is offered for all sin, not just sins that can be recounted. So even if you didn't recount the sin, but the absolution applies to all the sins, even if it is not recounted or verbally confessed. അതാണ് അവരുടെ so confession accept ചെയ്യുന്നുണ്ട്. They know the absolution also they accept, but absolution is for the whole, all the sins that the person has committed, even if the person confessed that or not. So then they say of the distinction of the meats, this is human tradition that hold fasting and special observance with the dietary restrictions as a means of gaining the favor of God is contrary to the gospel. So they say that the fasting cannot be and the dietary restrictions cannot be used as something to get favor from God. But it is actually that's there. Maybe that was how the Catholics explained at that time. So they reject that. So there is like some of those that the Trimony list about what the Lutherans objected from what the Catholic practices were. Okay. So then another council that Trimony explains here is the 10 decisions at the Bern Council. And again, there is also these are the Holy Christian Church, whose holy head is Christ, is born of the word of God. This is what Protestants have found difference from what the Catholic practices are. Okay. And again, I'm not going to read all that, but we won't have time to read all that. But matrimony is not forbidden for the scripture, but to any class of men. But fornication and no chastity are forbidden to all. So the class means so that second marriage, അങ്ങനെയുള്ള restrictions ഒക്കെ Catholic Church ഉണ്ടാകുന്ന restrictions ഒക്കെ they don't accept that. അതാണ് you have to read all that 10 because these are what they found their difference between from the Catholic Church and so practices they want. Again, but even the Trent Council is actually for the Catholic Church. Okay, so this is some of these are the decisions that the Protestant churches took, and so for the Reformist, this is the Bern Council is for the Protestants, the Calvin and Zwingli, right? So that's what their difference are with the Catholic Church. But the Trent Council this was an important council called by the Roman Catholic Church. Okay. So to counter the movement of Reformation. So there was a Reformation movement going on in the Roman Catholic Church. Adine oppose cheyan vendite the council made decisions about there were 22 assemblies in this in 7 parts. Faith of the church was explained and decisions were taken to uproot Protestant teachings. So Catholic Churchinathu തന്നെ Protestant teachings വന്ന് Reformation movement വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും to explain all that, so the church called the Trent Council, and even they actually wanted to remove the Protestant factions in the Catholic Church. So അതേപറ്റിയാണ് തിരുമേനി ഇവിടെ പറയുന്നത്. Roman Catholic tradition
Further, in the council, the term "we" in the Nicene Creed of faith was modified to "I believe." So that is one of the major changes they did in Trent, because in our creed we says we believe in one true God, okay, and then everything is we would say, because we believe in communal salvation, in salvation by the whole body together, not individual salvation. But then there they in the Trent Council they changed that to "I believe," so it is individual faith. In 1854, Pope Pius IX proclaimed the dogma of Immaculate Conception. So that was the last one in 1854. They came with the IC, Immaculate Conception of Virgin Mary. In 1969, he called First Vatican Council and formulated a constitution about the Church of Christ. Here he made the infallibility of the Pope a proclamation of faith. The Second Vatican Council, called by Pope John 23rd, achieved broad and new concepts in theology. So, ഇവിടെ മെയിനായിട്ട് സംഭവിച്ച രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് the concept, the dogma of Immaculate Conception means Mother Mary is born sinless, so that God could bring the Son of God into earth, okay, so it means Virgin Mary was sinless, unlike all the other people. So that is not acceptable to us, because that makes Jesus not fully human, because he's not born just like any of us. Because if Mother Mary was preserved as sinless, then she did not have the sin that we had, and so Jesus Christ cannot be said equal to fully human. അതുകൊണ്ടാണ് നമ്മളത് അക്സെപ്റ്റ് ചെയ്യാതെ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ. പിന്നെ ഇൻഫാലിബിലിറ്റി നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു, the Pope is the supremacy of the Pope, but they made it as a faith, so proclaimed that as a faith. And so that was the two important things that happened in the 1854 changes to Catholic faith. Okay, so adana lesson 5. Okay, now lesson 6 തിരുമേനി പറയുന്നത് how do we see all these different creeds. നമ്മളെ again തിരുമേനി ഇതിനകത്ത് ട്രാൻസ്ലേഷനിൽ ഇംഗ്ലീഷ് പറയുന്ന ഈസ്റ്റേൺ ഓർത്തഡോക്സ് എന്നാണ്, but he actually mean the Oriental Orthodox Church, okay, or the church that we include, right? The views of the Orthodox churches of the East about Christian creeds of faith, okay, the role of councils in our church life. But he's taking another approach and say that in the history of Christian church there was only one council where the whole church had representation. So Triveni is a real really Triveni says there is only one ecumenical council, and that was the first council of Jerusalem, and that even we don't call it as ecumenical council. It is so and this was the Jerusalem council during the time of apostles in AD 50, because in Apostle 15 ആ കൗൺസിലിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. The main reason that council was called was the reason to say so was that all the apostles had attended this council. Okay, അപ്പോസ്തലന്മാരെല്ലാം ജീവിച്ചിരുന്നപ്പോൾ നടത്തിയ കൗൺസിലാണ്. ഓക്കെ, ആ കാലത്ത് ഇപ്പോൾ എക്യുമെനിക്കൽ എന്ന് പറയാത്തതിന്റെ കാരണം there were no representative from all the church centers. In those days, church centers were Rome, and then Alexandria, Antioch, there were churches there, but not everybody came, but at least all the apostles were there for that decision. Okay, അതാണ് ഒരു total ecumenical council എന്നാണ് തിരുമേനി പറയുന്നത്. Yet church tradition had not placed this among the universal ecumenical councils. Tradition hold that the Council of Nicaea in AD 325, Nicaea 325, was the first universal council or ecumenical council. However, the fact is that there were representation only from the Roman Empire.
Okay, so our council, so those days, the council, the ecumenical councils or the councils are called by the emperor, actually. So they only call the churches in that, in the jurisdiction of the empire, So when you are in it was not, cannot be called ecumenical because the churches of Persia, Armenia, Georgia, and India were not represented there, Okay. അതുകൊണ്ട് even though നിക്കിയ സുനോദോസിനെ നമ്മൾ എക്യുമെനിക്കൽ സുനോദോസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ സാർവത്രിക സുനോദോസ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇറ്റ് ഡസൻ മേക്ക് സെൻസ്. അതാണ് തിരുവനി പറയുന്നത് അവിടെ. ഓക്കെ, വൺ ജോൺ എപ്പിസ്കോപ്പോ ഹു വാസ് അവൈലബിൾ ഇൻ ദ റോമൻ എംപയർ ദെൻ ഫോർ സം റീസൺ വാസ് സെറ്റ് ടു ഹാവ് അറ്റൻഡഡ് ദിസ്. അപ്പൊ ആ പേരിന് ഒരു ജോൺ എപ്പിസ്കോപ്പോ അവിടെ ഉണ്ടായിരുന്നു. അല്ലാതെ ഈ പെർഷ്യൻ, ഇന്ത്യൻ, അർമേനിയൻ, ജോർജിയൻ ചർച്ചസിൽ നിന്നും വേറെ റെപ്രസെന്റേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് തിരുമേനി പറയുന്നത്. അതുകൊണ്ട് അതിനെ എക്യുമെനിക്കൽ കൗൺസിൽ എന്ന് പറയുന്നത് അർത്ഥമില്ലാതൊക്കെയാണ് തിരുമേനി പറയുന്നത്. ഓക്കെ, ബട്ട് ദ ഡിസിഷൻസ് ടേക്കൺ ഇൻ ദ കൗൺസിൽ in AD 325 were accepted by all churches. So അത് അന്നത്തെ ഒരു പ്രാക്ടീസ് ആയിരുന്നു. ഒരു കൗൺസിൽ വിളിച്ചു കഴിഞ്ഞാൽ കൗൺസിലിൽ റെപ്രസെന്റേഷൻ ഇല്ലായിരുന്നുവെങ്കിലും കൗൺസിലിന്റെ ഡിസിഷൻസ് എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ it will be treated as those churches were represented. അതുകൊണ്ടാണ് അതിനെ എക്യുമെനിക്കൽ കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡിസിഷൻസ് ഏതെങ്കിലും ചർച്ചസ് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ കോൾ ഇറ്റ് ആസ് എക്യുമെനിക്കൽ unless the old churches were represented there. അതാണ് അതിന്റെ ഒരു നേച്ചർ. അപ്പൊ തിരുമേനി അങ്ങനെ പറയുന്നത്. So indeed all further councils suffer from this gap that though some of them were accepted universal. So അതുകൊണ്ടാണ് ഈ ആദ്യത്തെ 3 ചർച്ചിലുണ്ട് കൗൺസിൽസ് ഉണ്ടായ ഡിസിഷൻസ്, even though there was no representation there at that time, the decisions were accepted by all churches. So we are considering that as ecumenical councils. Okay, അതാണ് തിരുമേനി അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. Then Orthodox churches of the East do not hold any view like universal pastor or an ecumenical patriarch. Any episcopal is episcopal for the regional church. But autocephalusy അല്ലെങ്കിൽ സ്വതന്ത്ര സഭകളാണ് എല്ലാ സഭകളും. അതുകൊണ്ട് നമ്മൾ ഒരു യൂണിവേഴ്സൽ പാസ്റ്റർ ഇങ്ങനെ പോപ്പോ അങ്ങനെ അല്ലെങ്കിൽ എക്യുമെനിക്കൽ പേട്രിയാർക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആരെയും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം എവറി ചർച്ച് in those regions are independent. അതുകൊണ്ടാണ് നമ്മളെ ഓട്ടോസെഫലസ് ചർച്ച് എന്ന് പറയുന്നത്. നമ്മൾ ആരുടെ കീഴിലല്ല. A regional church indeed happens to be possessing Catholic characteristics in all aspects for that jurisdiction. അവരുടെ ഏരിയയിൽ they have complete control. പക്ഷേ it cannot be expanded to universally to anybody outside their bounds. The concept of universal church and universal pastors are creations of the empire created churches of the Roman concept. Another politics of the memorial. It is the Roman emperors wanted a system where one head and then everybody under that, so that it's easy for them to control. See, for them, the church or the faith was not the important thing. They want to have peace in their empire. So അതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ഈ റോം, ദ സുപ്പീരിയോറിറ്റി ഓഫ് റോം ആൻഡ് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിരുന്നത്. ഇതെല്ലാം ഇറ്റ് ഈസ് എ കോൺസെപ്റ്റ് ഓഫ് ദി റോമൻ എംപയർ ആൻഡ് നോട്ട് ഫെയ്ത്ത് റിലേറ്റഡ്. അതാണ് തിരുമേനി അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഞാൻ കണ്ടത്, ആഫ്റ്റർ ദോസ് യൂണിവേഴ്സൽ കൗൺസിൽസ് റോമൻ ചർച്ച് ആൻഡ് ബൈസന്റൈൻ ചർച്ചസ് met through their councils and took various decisions on matters pertaining to filio, icons, purgatory, leavened bread, holy kurbana, status of the pope and so on. So ഇതെല്ലാം നമ്മൾ അങ്ങനെ അവര് കൂടി ഈ എക്യുമെനിക്കൽ കൗൺസിൽസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന എക്യുമെനിക്കൽ കൗൺസിൽ ശേഷം ബൈസന്റൈൻ ചർച്ച് എന്ന് പറയുമ്പോഴത്തേക്കും the Roman Empire had two areas, so the west which is including Rome and the west is Latin section, and the east was east of Rome was actually Byzantine, which is Byzantine എന്ന് പറഞ്ഞാൽ ബൈസന്റിയം എന്ന് പറഞ്ഞ ഒരു പ്രൊവിൻസിൽ നിന്നാണ് ഈ പേരുണ്ടായത്.
So they are Greek speaking people. So the west is Latin, the east is, the Byzantines were Greek, basically, so so they met, many times and, discussed about, these issues, the filio clause, which is, the Holy Spirit coming from the Father and the Son, the use of icons, purgatory, which is the purification of the soul after death, leavened bread, used in the Holy Kurbana, and the status of the Pope means the infallibility of the Pope. I'll already discuss that through the. So, though the churches of East had not participated in any of these councils, they could by themselves take proper decisions on these matters, which were in line with those of the Byzantine churches, indicating that councils are not that crucial for the church. Byzantine churches, main ആയിട്ടുള്ളത് ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച്, റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച്, യുക്രൈൻ, അങ്ങനെയുള്ള ചർച്ചുകളെല്ലാം കൂടുന്ന ബൈസന്റൈൻ ചർച്ചസിനകത്ത് വരുന്നതെല്ലാം. അപ്പോൾ അവരുടെ എല്ലാം പല തീരുമാനങ്ങളും നമുക്കും അക്സെപ്റ്റബിൾ ആണ്, നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇറ്റ്സ് അപ് ടു us, to say which one to accept and which one not. Okay. തിരുവനന്തപുരം പറയുന്നത് the council decisions are not awfully important for the faith. അതാണ് ഇവിടെ തിരുവനന്തപുരം പറയുന്നത്. It has been practically seen that the churches can sustain themselves even without any universal council. ഒരു council ഇല്ലാതെയും ചർച്ച ചെയ്യാം. Churches of the East did not have any universal council since AD 431. AD 431 നമ്മൾ Oriental Orthodox churches split ആയത്. അതിനുശേഷം we didn't have no ecumenical councils, right? The Byzantine churches never had universal council after the last 12 centuries, since 787. Now 787 seventh അവർ പറയുന്നത് seventh ecumenical council. അവരുടെ ഇതിൽ ഫസ്റ്റ് നമുക്ക് 3 ecumenical council, ഫോർത്ത് അവർ പറയുന്ന കാൽസിഡോൺ, ഫിഫ്ത്ത് ഈസ് the second council in Constantinople, അത് 553. And then we have a 680, there was a third council of Constantinople. And then there was the seventh ecumenical council, according to them, was the third council in Nicaea. അപ്പോൾ അങ്ങനെ ഈ ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചസ് 7 കൗൺസിലിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ 3 അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. Then there is a church called, and the Eastern Chaldean church, has been surviving for the last 16 centuries, or after AD 381. നമ്മൾ 381 സെക്കൻഡ് എക്യൂമെനിക്കൽ കൗൺസിൽ നമ്മൾ പറയുന്നത്. സെക്കൻഡ് എക്യൂമെനിക്കൽ കൗൺസിലിൽ വെച്ച് പിരിഞ്ഞവരാണ് ഈ കാൽഡിയൻ കൽദയ സഭ, ഈസ്റ്റേൺ കൽദയ സഭ. അതിൽ അവർക്ക് 381 ശേഷം പിന്നെ ഒരു കൗൺസിൽ ഉണ്ടായിട്ടില്ല. So all these churches have been living within their true faith all these centuries without universal councils. അപ്പൊ അതുകൊണ്ട് യൂണിവേഴ്സൽ കൗൺസിലൊക്കെ ഇമ്പോർട്ടൻ്റ് അല്ല എന്നാണ് തിരുമേനി പറയണേ. പിന്നെ ഫോർമുലേഷൻ ഓഫ് ദ ഡോഗ്മ ഓഫ് ഫെയ്ത്ത്, വാട്ട് ഈസ് ട്രൂത്ത്. പിന്നെ ഇതിന് പറയുന്ന ഇതെല്ലാം സത്യം അന്വേഷിച്ച ജീസസ് പറയുന്നത് ഐ ആം ദി വേ ആൻഡ് ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. സോ ദ ട്രൂത്ത് ഈസ് ജീസസ്, ദാറ്റ് ഈസ് ദ ട്രൂത്ത്. ഓക്കെ, സോ അതുകൊണ്ട് കൗൺസിൽസിൽ ഉണ്ടാകുന്ന ഡിസിഷൻസ് അല്ല ട്രൂത്ത്, ഇറ്റ് ഈസ് ജീസസ്, what are his teachings. Christ has told us many dogmas, but the essence of such dogma in their wholeness is not easy to comprehend, which he alone knows. So നമുക്ക് ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചെടുക്കാവുന്ന അല്ല ക്രിസ്തു എന്താണ് ഉദ്ദേശിച്ചെന്നുള്ളത്, ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾ, അതിനെപ്പറ്റി പിന്നെ നമ്മൾ കൗൺസിൽ ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനം എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് തിരുമേനി പറയുന്നത്. So പിന്നെ the last part of this is the applicability of creeds in faith. ഇത് ഈ വിശ്വാസ പ്രമാണങ്ങൾ നമ്മുടെ വിശ്വാസത്തിൽ എന്തോരും അതിന് എത്രമാത്രം അതിന് ഉപയോഗമുണ്ട് എന്നുള്ളതാണ്. Any creed of doctrine becomes applicable only to those who are related to them and are participant thereof. Others are under no obligation to follow this. Again, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത കൗൺസിലിന്റെ ഡിസിഷൻസ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് മറ്റ് ചർച്ചസ് ഒബ്ലിഗേറ്റഡ് അല്ല. സോ ദാറ്റ്സ് വൈ we don't accept all the decisions made in the other councils that we did not participate.
Those who have not been participants in such deliberations are free to accept them if they desire to do so. Accept them, we don't have to, we have no obligation. The decision taken at the Council of Jerusalem in AD 50, though applicable to the Church of Galatia in the first place, can be implemented in all churches. Jerusalem Council main discuss should the Gentiles be converted to Jews before they can convert to Christianity, or circumcision വേണോ എന്നാ അതായിരുന്നു മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റ്. അത് കാര്യം ഗലേഷ്യയിലുണ്ടായ ഒരു ഇഷ്യൂ ആണെങ്കിലും it is acceptable to everybody. So പറയുന്നത് കൗൺസിലിനകത്ത് അത് എക്യുമെനിക്കൽ അല്ല എന്ന് പറഞ്ഞാലും it becomes ecumenical because everybody accepted that. So whatever decisions were taken at Universal Council of Constantinople or Ephesus is applicable only to those churches within the Roman Empire who only had representation. So ശരിക്കും റോമൻ എംപയറിലുള്ള ചർച്ചസ് മാത്രമേ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് അവർ മാത്രമേ ബാധിക്കുന്നുള്ളൂ എന്നാണ് തിരുമേനി പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കൗൺസിൽസ് ആർ നോട്ട് ഓഫുള്ളി ഇമ്പോർട്ടൻറ്റ്. അതാണ് തിരുമേനിയുടെ കോൺസെപ്റ്റ് അവിടെ തന്നെ. ഇനി ദ ലാസ്റ്റ് പാർട്ട് തന്നെ ക്രീഡ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ചർച്ച് ലൈഫ്. Indeed, when Gentiles who do not have the law do by nature things required by the law, they are a law of themselves, even though they do not have the law. റോമൻസിന്റെ പോലീസ് റോമൻസിന് എഴുതി കഴിയുമ്പോഴത്തേക്ക് ചാപ്റ്റർ 2:14 എഴുതുന്നതാണ്, ഈവൻ ജാതികൾക്ക് പോലും if there is no there was no law for them who do not have the law, അവർക്ക് മോശ നിയമമൊന്നും കൊടുത്തിരുന്നില്ല. But by nature, by nature things required by law, they are the law of themselves. So അവർക്കും ഒരു നിയമമുണ്ട്, കാരണം so they still know the right and wrong, right? Even though they do not have the law. So law ഇല്ലെങ്കിലും they themselves are under law of by nature. അതാണ് അപ്പൊ അതുകൊണ്ട് പറയുന്നത് Saint Paul points out that the importance of doctrine of faith in spiritual life is only relative. അത് എന്താ പറയുന്നത്, it is not really written in stone. Okay? The doctrine would have been framed with the good words, but more than their influence, what is more crucial to nature to nurture a man in his life of faith is the divine inspiration that is inherent in him. So every man is created with God's spirit in him. So there is inherent inspiration, divine inspiration in everybody. So that becomes the creed, that person, for the person. Creeds of faith are guidelines provided for us that we do not cross over the boundary lines of our church life. So all the creeds are made to give us a boundary where we should stay within the righteousness. So so it is a guidelines, it's a boundary lines for the church life. അതാണ് ക്രീഡ്. അല്ലാതെ അതിൽ കൂടുതൽ ക്രീഡിന് വാല്യൂ ഇല്ല എന്നാണ് തിരുമേനി ഇവിടെ സമർത്ഥിക്കുന്നത്. But they are not the ultimate goals. We can live in communion with God in our church life. For this, the creeds of faith are helpful to keep us in such a specified order. നമ്മളെ ഒരു നിശ്ചിത രീതിയിൽ ഒരു ചട്ടക്കൂട്, so we give in a framework where we have to follow to be righteous in the church. അതിനാണ് creed ഉപയോഗിക്കുന്നത്. Probably the doctrine of faith can be said to be taken in the akin to the covering of ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. Our goal in life is to earn eternal life. The doctrine of faith inspired by Holy Spirit provides us with the confidence and right direction. However, more important to our spiritual life is to live in communion with God, to grow in eternal life rather than getting extra conscious of the doctrines. So doctrinesനേക്കാൾ കൂടുതൽ, അതായത് വിശ്വാസ സംഹിതകളേക്കാൾ കൂടുതൽ നമ്മുടെ ലൈഫിൽ how we have communion with God is what is important. അതാണ് തിരുമേനി പറയുന്നത്. അതുകൊണ്ട് കൗൺസിൽസ് ഒത്തിരി ഉണ്ട്, ഒത്തിരി റൂൾസ് ഉണ്ട്, ഒത്തിരി റെഗുലേഷൻസ് ഉണ്ട്, ഒത്തിരി തിയോളജിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ കൂടുതലായിട്ട് it is communion with God is our
goal for eternal life. അതാണ് തിരുമേനിയോട് പറഞ്ഞത്. അതാണ് that's the end of the book and the unit. Any questions? I know we went 5 minutes over. Questions ഉണ്ടോ? ഈ നമ്മുടെ ഇന്ത്യയിലാണേലും ഈ AD 52 നമ്മുടെ മർത്തോമാസ്ലിയ വന്നു കഴിഞ്ഞ് തന്നെ എത്ര ഈ പിന്നെ ഇതെല്ലാം ഈ പല പല ഈ വിഭാഗങ്ങളൊക്കെ വന്നതും അത് ഈ ഓരോരുത്തരുടെ ഈ പല പേർഷ്യൻസ് അവരുടെ എല്ലാം ഇൻഫ്ലുവൻസും ഉണ്ടല്ലോ. അത് നമ്മുടെയൊക്കെ നമുക്ക് പേർഷ്യൻ ഇൻഫ്ലുവൻസ് ഒക്കെ വന്നത് തന്നെ ഈ ഒരു വേ ലേറ്റ് അല്ലേ. കാരണം നമുക്ക് ശരിക്കും ആദ്യകാലങ്ങളിലൊന്നും നമുക്ക് ഈ കൗൺസിൽസിന്റെ ഡിഫറൻസുകളൊന്നും അറിയാനേ പറ്റാതെ പേർഷ്യൻ സഭയിൽ നിന്നാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ പിന്നീടാണ് നമ്മൾ പറഞ്ഞ പേർഷ്യൻ സഭ നെസ്തോറിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ പിന്നെ നമ്മൾ അതിൽ നിന്ന് സിറിയൻ പാരമ്പര്യത്തിലേക്ക് മാറിയത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് ഈ ചേഞ്ചസ് ഒക്കെ അധികം നടന്നത് റോമൻ എംപയറിലാണ് മെയിനായിട്ട് നടന്നത് കാര്യങ്ങളെല്ലാം. ഇത്രയും ക്രീഡ്സ് ഉണ്ടാക്കിയത്, അതുപോലെ അത് സ്പ്ലിറ്റുകൾ വന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ നിന്നത് വി സ്റ്റേഡ് വിത്ത് ദി അലക്സാൻഡ്രിയൻ ഫെയ്ത്ത്. അലക്സാൻഡ്രിയൻ ഫെയ്ത്തിൽ നിന്ന് അതിന് പക്ഷെ നമുക്ക് പേർഷ്യൻ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. നമുക്ക് പേർഷ്യൻ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈവൻ ദാറ്റ് വാസ് ഔട്ട്സൈഡ് ദി റോമൻ എംപയർ. റോമൻ എംപയർ പേർഷ്യ വരെ വരുന്നുണ്ടായിരുന്നില്ല. അത് ഈ ബൈസാന്റിയൻ എന്ന് പറയുന്ന ആ ഈസ്റ്റേൺ റോമൻ എംപയർ അത് ഏതാണ്ട് ഓട്ടോമൻ എംപയർ അവരെ കീഴ്പ്പെടുത്തുന്നത് വരെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിക്കൊണ്ടിരുന്നത് പേർഷ്യൻ ചർച്ച് വഴിയായിരുന്നു. പിന്നീട് ഐ തിങ്ക് ഇറ്റ്സ് പ്രോബബ്ലി കമ്മ്യൂണിക്കേഷൻ ഈസ് വാട്ട് maybe we didn't hard enough with all these developments. We know all these developments now, but I'm not sure even of how much we knew about 52-ലൊക്കെ നമ്മൾ തോമസ് ലീഗ് വന്നു, അതേപ്പറ്റി നമുക്ക് ചരിത്രങ്ങൾ പോലും നമുക്ക് കിട്ടാനില്ലല്ലോ. അപ്പൊ എങ്ങനെ എന്ന് നമുക്ക് എവിടെ നിന്നാണ് നമുക്ക് സപ്പോർട്ട് കിട്ടിയത്, അതുപോലെ നമുക്ക് ചരിത്രമുണ്ട്. ഇവിടെ ഈ എന്താ പറയുന്ന ഒരു ബുക്കുണ്ട്, ആരുടെ ഞാനത് പറഞ്ഞു, അതിനകത്ത് കുറെ ഹിസ്റ്ററി എഴുതിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ആദ്യകാലത്തെ ഹിസ്റ്ററി ഒന്നും നമുക്ക് കൃത്യമായിട്ടില്ല. പിന്നെ ഈ കൗൺസിലിലൊക്കെ നമ്മൾ ഏതെങ്കിലും കൗൺസിലിൽ, ഈവൻ നിക്കായിലെ കൗൺസിലിലോ കോൺസ്റ്റന്റിനോപ്പിളിലെ കൗൺസിലിലൊക്കെ നമ്മൾ ആരെങ്കിലും റെപ്രസെന്റ് ചെയ്തൊന്നും നമുക്ക് തെളിവുകളൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ എല്ലാം തീരുമാനങ്ങൾ അക്സെപ്റ്റബിൾ ആണെന്ന് വന്നപ്പോഴാണ് നമ്മൾ അതിന് എഗ്രി ചെയ്തുകൊണ്ടാണ് അത് എക്യുമെനിക്കൽ കൗൺസിലായിട്ട് മാറിയത്. അല്ല, നമ്മളൊക്കെ ഒരു ദൈവമാ, പക്ഷെ എത്ര ഒരുപാട് പഠിപ്പീരുകളാണ് ഈ എല്ലാം. ഇത് പറഞ്ഞിട്ട് എന്താ നമ്മള് ഈ നന്മന്മകളുടെ ഫലം ആദ്യം തിന്നേ. അതുകൊണ്ട് നമുക്ക് കിട്ടിയത് അവിടെ എന്താ നോളജാണ് കിട്ടിയത്. ആ നോളജിൽ നിന്ന് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. കാരണം ആ കാലത്ത് ഒത്തിരി ചർച്ച് സെന്ററുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ മെയിനായിട്ട് റോം ഉണ്ടായിരുന്നു, കോൺസ്റ്റന്റിനോപ്പോളിസ് ഉണ്ടായിരുന്നു, അതുപോലെ എഫെസസ്, അലക്സാൻഡ്രിയ, ആന്റിയോക്ക്, ഇവിടെ ഇതെല്ലാം ഫെയ്ത്ത് സെന്ററുകളായിരുന്നു. അവിടെയുള്ള പണ്ഡിറ്റ്സ് ഒക്കെ അവരവരുടെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങിയതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത്. പിന്നെ നമ്മുടെ തന്നെ പിന്നെ ഇതില് പല സഭകൾ ഇതെല്ലാം വന്നില്ലേ. പിന്നെ നമ്മുടെ ഇവിടെ നമ്മൾ സ്പ്ലിറ്റിംഗ് ഒക്കെ തുടങ്ങിയത് ഈവൻ എന്താ പറയുന്ന ഈ പോർച്ചുഗീസുകാർ വന്നതിന് ശേഷമാണല്ലോ. 1498 പോർച്ചുഗീസുകാർ നമ്മുടെ നാട്ടിൽ വരുന്ന നേരം നമുക്ക് 2 സഭകൾ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പുറം മിഷണറീസ് വന്നു. അവർ പറഞ്ഞ ഞങ്ങൾ പ്രൊട്ടസ്റ്റൻസുകാർ വന്നു, കാത്തലിക്സ് വന്നു. കാത്തലിക്സ് ആദ്യം വന്നു, പിന്നെ അത് കഴിഞ്ഞ് പ്രൊട്ടസ്റ്റൻസ് വന്നു. അത് കഴിഞ്ഞ് പിന്നെ എല്ലാത്തരം പ്രൊട്ടസ്റ്റൻസും വന്നു. പിന്നെ നമ്മളിങ്ങനെ അങ്ങ് പിരിയാൻ തുടങ്ങി. അത് പക്ഷേ ഇറ്റ്സ് ഓൾ ഹാപ്പൻ ആഫ്റ്റർ ദി എൻഡ് ഓഫ് 15th century നമ്മുടെ നാട്ടിൽ. അതുവരെ നമുക്ക് ഇത്രയും കാര്യങ്ങളൊന്നും അപ്പോൾ അറിയില്ലായിരുന്നു. അതുപോലെ ഇത്രയും ആൾക്കാർ നമ്മുടെ അടുത്ത് എന്താ പറയുന്ന ഡിഫറൻസ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഒന്നുമില്ല.
ആദ്യം പോർച്ചുഗീസുകാർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദേ ബ്രോഡ് കത്തോലിസിസം, അതിൻ്റെ പുറകെ പ്രൊട്ടസ്റ്റൻസ് വന്നു, പിന്നെ കാത്തലിക്സ് വന്നു, പിന്നെ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ നമ്മളോടൊക്കെ പറഞ്ഞു നമ്മളൊക്കെ ചെയ്യുന്നതൊക്കെ തെറ്റാണ്. സോ അതായത് ചർച്ച് ഹിസ്റ്ററി ഐ തിങ്ക് നമുക്കതിന് ഒരു ബുക്ക് ഇതിൻ്റെ അകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് നമുക്ക് ഒരു ബുക്ക് ഉണ്ട് ചർച്ച് ഹിസ്റ്ററിയെ പറ്റി. പക്ഷെ ഇതിനൊക്കെ ഈ സ്പ്ലിറ്റ് ഉണ്ടാവാൻ കാരണം എനിക്ക് തോന്നുന്നത് ഈ നമുക്ക് ദൈവത്തോടുള്ള വിശ്വാസത്തേക്കാൾ കൂടുതൽ ഈ ബുദ്ധിപരമായിട്ടുള്ള ചിന്തയിൽ നിന്നാണ് ഇതെല്ലാം അധികം വരുന്നത് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ബുദ്ധി കൂടുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ദൈവത്തോട് കാരണം എല്ലാവരും അവരവരുടെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നു. പിന്നെ ഇതിനകത്ത് ഒത്തിരി പൊളിറ്റിക്സും ഉണ്ട്. ഇത് റോമൻ ഇപ്പൊ ആദ്യമേ തന്നെ റോമൻ എംപറർ ആയതുകൊണ്ട് റോമിന് 1ാം സ്ഥാനമായിരുന്നു, 2ാം സ്ഥാനം അലക്സാന്ദ്രിയക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുസ്തന്തീനോപോലിസിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് 2ാം സ്ഥാനം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അലക്സാന്ദ്രിയ 3ാമതായി. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപറ്റിയുള്ള പുസ്തകങ്ങൾ ജിഒസിയിലും ഉണ്ടായിരുന്നു. ഇപ്പം എനിക്കറിയില്ല ഡിഒസിയിൽ അതിനുള്ള ഡീറ്റെയിൽസ് ഉണ്ടോന്ന് അറിയാൻ പാടില്ല. ഞാൻ ഒരു ബുക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ജിഒസിയിൽ ശരിക്കും എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചെന്നുള്ളത്. അതേപ്പറ്റി കൂടുതൽ ഞാൻ പറയണേ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പൊ തിരുവേനി പറഞ്ഞതുപോലെ ഈ ക്രീഡിനെ പറ്റി ഒത്തിരി നമ്മൾ പറയാതിരിക്കുകയാണ് നല്ലത്. കാരണം ഈ എല്ലാവരും ഒരു സഭയിൽ നിന്ന് പിരിയാൻ നേരത്തെ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ പിരിവ് വരും. അപ്പോൾ പറയും നിങ്ങൾ പറയുന്നത് അത് ശരിയല്ല, അത് മാറ്റണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് പ്രൊട്ടസ്റ്റന്റുകാർ. ഇപ്പോൾ അവർ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തതും മാതാവിനെ അംഗീകരിക്കാത്തതും ഒക്കെ പറയുന്നതിന് കാരണം അവർക്ക് ദേ വാണ്ട് ടു ഹാവ് എ ഡിഫറൻസ് ബിറ്റ്വീൻ കാത്തലിക് ചർച്ച്. കാത്തലിക് ചർച്ച് അങ്ങനെ പറയുന്നതുകൊണ്ട് ഞങ്ങൾ അതിന് എതിരെ എന്നുള്ള അങ്ങനെ വേണ്ടല്ലോ. രാഷ്ട്രീയക്കാരും അങ്ങനെ തന്നെയല്ലേ. ഒരു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുക അതിനെതിരായിട്ട് അടുത്ത ഇങ്ങനെയാണല്ലോ അവർക്ക് സെപ്പറേറ്റ് നിൽക്കാനൊക്കെ ഉള്ളൂ. അവര് മാതാവിന് ഇതാകാതിന് വേണ്ടി എന്തെല്ലാം ഇത് പറയാമോ അതെല്ലാം പറഞ്ഞുകൊണ്ട് വരും ഈ പ്രൊട്ടസ്റ്റന്റ്. ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അതുകൊണ്ട് തിരുമേനി അവസാനം പറയുന്നുണ്ട് വാട്ട് ഈസ് ദ ട്രൂത്ത്. ദ ട്രൂത്ത് ഈസ് ജീസസ്. ദാറ്റ് ഈസ് ദ ട്രൂത്ത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഞാൻ തന്നെ സത്യവും എന്നല്ലേ. അപ്പൊ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വളരെ ക്രിസ്തു പഠിപ്പിച്ചതാണ് സത്യം. അതേപ്പറ്റി പലരും പല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതിനെപ്പറ്റി വിശ്വാസ സംഹിതകൾ ഉണ്ടാക്കുന്നു, വിശ്വാസ സത്യങ്ങൾ ഉണ്ടാക്കുന്നു. പക്ഷേ എല്ലാവരും എൻ്റെ അഭിപ്രായത്തിൽ ഈ എല്ലാ കീടുകളും ഞാൻ വായിച്ചു നോക്കി കഴിഞ്ഞിട്ട് അതിനകത്ത് എല്ലാം ഈ തൃത്വത്തെ പറ്റി വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ആർക്കും തന്നെ ഇല്ല അതിനകത്ത്. എനിവേ അതാണ് ഒരു കമന്റ് ആയിട്ടുള്ള. അപ്പൊ ഏതായാലും ഇനി അടുത്തത് നമ്മൾക്ക് അലക്സാണ്ടർ, നമുക്ക് ഡു യു ഹാവ് ടേക്കൻ എ ബ്രേക്ക് ഓർ യു ഹാവ് കണ്ടിന്യൂ വിത്ത് നെക്സ്റ്റ് ബുക്ക്? അതിന്റെ മെയിൻ ആള് അതെന്നത്തെ എനിക്ക് പിന്നെ അറിയിച്ചാലും മതി. നമുക്ക് സമയത്ത് നിങ്ങൾ സമ്മറി എഴുതണ്ടേ ഇതിന്റെ? ബ്രേക്ക് എല്ലാവർക്കും താല്പര്യമാണെങ്കിൽ അറിയത്തില്ല. അല്ല വേണമെങ്കിൽ പിന്നെ നെക്സ്റ്റ് വീക്കിൽ അത് അറിയിച്ചാൽ മതി. അടുത്ത ആഴ്ച ഏതായാലും ക്ലാസ് അലക്സാണ്ടോ പറഞ്ഞോ. നെക്സ്റ്റ് വീക്ക് ക്ലാസ് വേണോ, അത് ബ്രേക്ക് വേണോ, അത് ബുക്ക് 15 തുടങ്ങണോ? എന്ത് ബുക്ക് 15 എന്ത് ബുക്ക്? നെക്സ്റ്റ് വീക്കില് 15 എടുത്താ പോരെ? 15 എടുക്കാം. വി ക്യാൻ കണ്ടിന്യൂ. പിന്നെ നേർവഴിയിൽ CC ചെറിയാനച്ചൻ്റെ ബുക്കാണ്. CC ചെറിയാനച്ചൻ ആൻഡ് ഡോക്ടർ ജോൺ സെബ്രഗ. എല്ലാവർക്കും ബുക്കുണ്ടോ? ബുക്ക് നമ്പർ 15. അതിപ്പോൾ ഓൺലൈനിലുണ്ടല്ലോ അല്ലേ? ബുക്ക് ഐ തിങ്ക് വാട്സാപ്പിൽ അരച്ചിട്ടായിരുന്നല്ലോ ബുക്ക് ഉണ്ട്. അപ്പോൾ സോ വി ക്യാൻ സ്റ്റാർട്ട് ബുക്ക് 15 നെക്സ്റ്റ് വീക്ക്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ശരി. എല്ലാവരും ഹാപ്പി ലണ്ടൻ സീസൺ ഫോർ എവരിബഡി. ഓക്കെ, നോയമ്പ് തുടങ്ങി ഇന്ന്. ഓക്കെ, all right, thank you. See you all next Sunday. We will start book number 15. Okay, good night. Thank you.